ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ, കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ബിജെപിയെ നയിക്കാൻ എം.ടി. രമേശ് എത്തുമോ? വനിതയെങ്കിൽ ശോഭയ്ക്ക് സാധ്യത, സുരേന്ദ്രൻ ഒഴിഞ്ഞേക്കും. തിരുവനന്തപുരം സംസ്ഥാനത്ത് ബിജെപിയെ ആര് നയിക്കുമെന്ന് 2 ദിവസത്തിനുള്ളിൽ അറിയാം. ഇന്നും നാളെയുമായി ഡൽഹിയിലെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ സെലക്ഷന് നടപടികൾ പൂർത്തിയാകും. മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതു മൂലമാണ് സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകുന്നതെന്നാണ് സൂചന. രാജസ്ഥാനിലെ നിലവിലുള്ള പ്രസിഡന്റ് മദൻ റാത്തോഡിനെ തന്നെ ഇന്ന് വീണ്ടും അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. കേരളത്തിലെ എം.ടി. രമേശിനു തന്നെയാണ് മുൻഗണന എന്ന് മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. 5 വർഷം സ്ഥാനത്ത് തുടർന്നവരെ ഒഴിയണമെന്ന മാനദണ്ഡപ്രകാരം കെ. സുരേന്ദ്രന് ഒഴിയേണ്ടതാണ്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന് തീരുമാനിക്കാനും കേന്ദ്ര നേതൃത്വത്തിനു കഴിയും. ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് സമാനമായ നിലപാട് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ സ്വീകരിച്ചാലേ ശോഭാ സുരേന്ദ്രനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തു നിന്നുള്ള പട്ടിക പരിഗണിച്ച് സെലക്ഷന് പ്രക്രിയ കേന്ദ്ര നേതൃത്വം നടത്തി സംസ്ഥാനത്തേക്ക് അറിയിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക. ഇതുവരെ 11 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 36 പ്രസിഡന്റുമാരിലെ പകുതി പേരെയെങ്കിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൂ. ജനുവരി അവസാനത്തോടെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കണമെന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണച്ചൂടിലേക്കു കടന്നതോടെ ഇക്കാര്യത്തിൽ താമസം നേരിടുകയായിരുന്നു. 2020 മുതൽ ജെ.പി. നഡ്ഡയാണ് ദേശീയ അധ്യക്ഷനായി തുടരുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാർച്ചിൽ പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. കേരളത്തിലെ സ്വകാര്യ സർവകലാശാല വരുന്നു. ആസ്ഥാനം കോഴിക്കോട്. ആദ്യഘട്ട നിക്ഷേപം 350 കോടി. കൊച്ചി. മന്ത്രിസഭ അംഗീകരിച്ച സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ സ്വകാര്യ സർവകലാശാല വരുന്നു. രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ ഗ്രൂപ്പായ ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ നടത്തിയത്. ജെയിൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന പേരിലായിരിക്കും സർവകലാശാല. കോഴിക്കോട് ആസ്ഥാനമായി ആരംഭിക്കുന്ന പദ്ധതിയിൽ 350 കോടി രൂപയായിരിക്കും ആദ്യഘട്ട നിക്ഷേപം. തിരുവനന്തപുരം, കോട്ടയം, തൃശൂര്, കണ്ണൂര് എന്നിവിടങ്ങളിൽ ഉപ ക്യാമ്പസുകളും തുറക്കും. ഗുണനിലവാരമുള്ള ഉന്നതപഠനം തേടി മറ്റു നാടുകളിലേക്ക് പോകുന്നവർ കേരളത്തിൽ കൂടുതലാണെന്നും ഇത്തരത്തിൽ മികച്ച വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി പോകുന്നവർക്ക് നാട്ടിൽ തന്നെ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനായാണ് കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും ജെയിൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ചന്ദ്രാജി റോയ്ചന്ദ് പറഞ്ഞു. 2019 മുതൽ കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് പ്രവർത്തിക്കുന്നു. ജെയിൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയും ഉപ ക്യാമ്പസുകളും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വൻ മാറ്റം സൃഷ്ടിക്കുമെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. സർക്കാർ ഇതുവരെ അനങ്ങിയില്ല. സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങിയ കോടികളും മാസപ്പടിയുമാണോ നിശബ്ദയ്ക്കു പിന്നിൽ? തിരുവനന്തപുരം. കേരളത്തിന്റെ തീരങ്ങളെ വിഴുങ്ങാൻ കേന്ദ്രത്തിന്റെ കടല് മണല് ഖനന പദ്ധതി പൂർണ്ണ സജ്ജമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കയ്യും കെട്ടിയിരിക്കുന്നത് ദുരൂഹമാണെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരന് എം.പി. സ്വകാര്യ കരിമണല് കമ്പനിയിൽ നിന്ന് വാങ്ങിയ കോടികളും ഇപ്പോഴും തുടരുന്ന മാസപ്പടിയുമാണോ ഈ നിശബ്ദയ്ക്കു പിന്നിലെന്ന് സംശയിക്കുന്നതായും കെ. സുധാകരന് പറഞ്ഞു. 2023 പുതിയ നിയമഭേദഗതി പ്രകാരം സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ള തീരക്കടൽ വരെ ഖനനം നടത്താനുള്ള അധികാരം കേന്ദ്രം കൈയടക്കി. സ്വകാര്യ മേഖലയ്ക്കു ഖനനത്തിൽ പങ്കെടുക്കുകയും കരിമണല് ശേഖരിക്കുകയും ചെയ്യാം. കരിമണല് ലോബി കാത്തിരുന്നതും ഇതിനാണ്. ടെൻഡർ നടപടികൾ ഈ മാസം 27-ന് പൂർത്തിയാക്കി 28-ന് കരാറുറപ്പിക്കും. മത്സ്യസമ്പത്ത് ഏറെയുള്ള കൊല്ലം ജില്ലയിലെ പരപ്പിലാണ് ആദ്യം ഖനനം നടത്താൻ പോകുന്നത്. തുടർന്ന് പൊന്നാനി, ചാവക്കാട്, കൊച്ചി, ആലപ്പുഴ മേഖലകളിൽ കടൽമണല് ഖനനം നടത്തും. കേരളത്തിന്റെ മത്സ്യസമ്പത്തും തീരദേശവും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസുമൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മിനറൽ ബ്ലോക്കുകൾ ലേലം ചെയ്ത് വിജ്ഞാപനം വന്നിട്ടും പിണറായി സർക്കാർ അനങ്ങിയില്ല. വ്യവസായ സെക്രട്ടറിയുടെ ഒരു കത്ത് മാത്രം കേന്ദ്രത്തിന് അയച്ച കൈയും കെട്ടിയിരിക്കുന്നു. കേരള നിയമസഭ ഇതിനെതിരെ പ്രമേയം പാസാക്കണമെന്ന ആവശ്യത്തോട് മുഖ്യമന്ത്രി മുഖം തിരിച്ചു. തമിഴ്നാട്ടിലെ മധുരക്കടുത്ത് ടങ്സ്റ്റണിലെ ഖനനത്തിന് നൽകിയ അനുമതി തമിഴ്നാട് സർക്കാർ ശക്തമായി ഇടപെട്ട് റദ്ദാക്കി. അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നതിനാൽ പിണറായി സർക്കാരിന് ഇതിനൊന്നും കഴിയില്ല. സുനാമി തകർത്തെറിഞ്ഞ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെയാണ് ആദ്യം ഖനനം നടക്കാൻ പോകുന്നത്. അന്ന് സുനാമിക്ക് തുടക്കമിട്ടത് ഇന്തോനേഷ്യയിലായിരുന്നു. അനിയന്ത്രിതമായ ഖനനമാണ് സുനാമിക്കു വഴിയൊരുക്കിയതെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. തുടർന്ന് ഇന്തോനേഷ്യ കടല് മണല് ഖനനം നിരോധിച്ചു. കടല് മണല് ഖനനത്തിനെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധമുയരുമ്പോഴാണ് ഇന്ത്യ വിനാശകരമായ അതേ വഴിയിൽ സഞ്ചരിക്കുന്നതും സംസ്ഥാന സർക്കാർ നിശബ്ദത പാലിക്കുന്നതും. കടല് മണല് ഖനനത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്തുവന്നു കഴിഞ്ഞു. കൊല്ലം ഡിസിസിയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും രാപ്പകല് സമരം നടത്തി. കേരളത്തിലെ കടൽമണല് ഖനനം നടത്താൻ കോൺഗ്രസ് അനുവദിക്കില്ല. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സുധാകരൻ അറിയിച്ചു. മീറ്റർ ഇടാത്ത ഓട്ടോകളിൽ യാത്ര സൗജന്യം. മന്ത്രി പറഞ്ഞ സ്റ്റിക്കർ സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശമില്ല.
കോഴിക്കോട് മാർച്ച് 1 മുതൽ മീറ്റർ ഇടാത്ത ഓട്ടോകളിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന പ്രചാരണം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിൽ അവ്യക്തതയും ആശങ്കയും ഉണ്ടാക്കുന്നു. മാർച്ച് 1 മുതൽ ഇത്തരത്തിൽ സ്റ്റിക്കർ പതിച്ചിരിക്കണമെന്ന് മന്ത്രി കെ.ബി. ഗണേശകുമാറിന്റെ നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് ആർ.ടി.ഒ, എൻഫോഴ്സ്മെന്റ് ആർ.ടി.ഒ എന്നിവർ പറയുന്നു. ഏതാനും ദിവസങ്ങളിലായി സ്റ്റിക്കർ പതിക്കണമെന്ന പ്രചാരണം ഓട്ടോ തൊഴിലാളികൾക്കിടയിലുണ്ട്. പ്രചാരണം കണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ അന്വേഷിച്ച ഓട്ടോ തൊഴിലാളികളോട് ചില ഉദ്യോഗസ്ഥർ മാർച്ച് 1 മുതൽ ഫിറ്റ്നസിന് വരുമ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സാധാരണയായി പുതിയ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ നടപ്പാക്കുമ്പോൾ ഓട്ടോ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്താറുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ അത്തരമൊരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും യാത്രക്കാരെയും തമ്മിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്നതാണ് നിർദ്ദേശം എന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ നിലപാട്. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ കണക്കെടുത്ത് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം ശമ്പള വർധനവ് അടക്കം ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ കണക്കെടുത്ത് ആരോഗ്യവകുപ്പ്. 13ാം ദിനത്തിലേക്ക് കടന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം കൂടുതൽ ശക്തമാകുകയും ദേശീയ തലത്തിലടക്കം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന വേളയിലാണ് സർക്കാരും നടപടി തുടങ്ങുന്നത്. പണിമുടക്കി സമരത്തിനെത്തിയവരുടെ കണക്കെടുക്കാനാണ് ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം മുതൽ BMO-മാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ ഗൂഗിൾ ഫോം വഴി കണക്കെടുത്തു തുടങ്ങി. എന്നാൽ സർക്കാരിന്റെ ഭീഷണികളുടെ തുടർച്ചയാണിതെന്നും കണക്കെടുത്ത് ഭയപ്പെടുത്തിയാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 2 ആഴ്ചയായിട്ടും വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സമരം ചർച്ചയാകുന്ന വേളയിൽ പ്രതിപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങി സമരത്തിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സമരം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടും മുഖ്യമന്ത്രി ഇടപെടാത്തതിനെ CPI നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ വിമർശിച്ചു. സമരം ദേശീയ ശ്രദ്ധയിലെത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന സമരമാണ് ആശാവർക്കർമാരുടേതെന്നും ഉടൻ ഇടപെടണമെന്നും CPI നേതാവ് സി ദിവാകരൻ ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ സമരത്തെ എതിർക്കുന്ന ചിലർ PSC ശമ്പള വർധനയെ ന്യായീകരിക്കുകയാണെന്നും ദിവാകരൻ വിമർശിച്ചു. എന്നാൽ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്നാണ് CPIയുടെ മന്ത്രിയായ ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണം. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ചുള്ള പ്രവർത്തനം വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. താമരശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 152 ഗ്രാം MDMA-യും 450 ഗ്രാം ഗഞ്ചാവുമായി യുവാവ് പിടിയിൽ. താമരശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 152 ഗ്രാം MDMA-യും 450 ഗ്രാം ഗഞ്ചാവുമായി താമരശ്ശേരി കുടുക്കിലമ്മരം സ്വദേശി ദിപീഷാണ് എക്സൈസിന്റെ പിടിയിലായത്. മയക്കുമരുന്ന് ദീപിഷിന്റെ വീട്ടിനകത്തു നിന്നാണ് കണ്ടെടുത്തത്. ഇയാൾ അമ്പലമുക്ക് അയ്യൂബ് ഖാന്റെ മയക്കുമരുന്നു സംഘത്തിലെ കണ്ണിയും പോലീസിനെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ചയാളുമാണ്. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ റിമീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിറാജ്, ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു, ഷാജു CP, താമരശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ തമ്പി, അശ്വിത്, വിഷ്ണു, ലതാമോൾ, ഷിജിൻ, അജേഷ് എന്നിവർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യക്കൂമ്പാരം നീക്കി പാർക്കുണ്ടാക്കി. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മാലിന്യ കൂമ്പാരങ്ങളും മദ്യക്കുപ്പികളും നീക്കം ചെയ്ത് മനോഹര പാർക്ക് നിർമ്മിച്ച കൽപ്പറ്റ നഗരസഭ. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വർഷങ്ങളായി മാലിന്യം തള്ളിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മനോഹര പാർക്കാക്കി മാറ്റിയത്. പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ മേഘശ്രീ നിർവഹിച്ചു. കൽപ്പറ്റ നഗരസഭ ചെയർമാന് അഡ്വക്കേറ്റ് TJ ഐസക് അധ്യക്ഷനായി. ക്ലീനിസിറ്റി മാനേജർ K. സത്യന് മാലിന്യ വിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് അഡ്വക്കേറ്റ് AP മുസ്തഫ, കൽപ്പറ്റ നഗരസഭാ സെക്രട്ടറി അലി അസ്ഹർ NK, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുജീബ് KM തൊടി, ആയിഷ പള്ളിയാലില്, രാജാറാണി, CK ശിവരാമന്, വാർഡ് കൗൺസിലർ അബ്ദുല്ല P, ജോമോന് ജോർജ്, അഡീഷണൽ ഡയറക്ടർ LSGD, അനൂപ് ശുചിത്വ മിഷന്, രാജേഷ് കുമാർ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ പങ്കെടുത്തു. റോബോട്ടിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് HSSൽ ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ റോബോട്ടിക് എക്സ്പോ 2025 സംഘടിപ്പിച്ചു. നൂതന സാങ്കേതിക വിദ്യകളിലൂടെ കുട്ടികൾ ചെയ്ത വിവിധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി. റോബോട്ടിക് ഹാൻഡ്, റഡാർ ഡിറ്റക്ടർ, ടോൾഗേറ്റ് സിസ്റ്റം, LED ചേസർ, ട്രാഫിക് സിഗ്നൽ, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ട ഫെസ്റ്റ് സ്കൂൾ പ്രധാനാധ്യാപകൻ ബിനു ജോസ് ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് മിസ്ട്രസുമാരായ മിനി മാത്യു, ഡെല്ല ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫ്രഷ് കട്ട് അറവ മാലിന്യ ഫാക്ടറിയുടെ പ്രകൃതി മലിനീകരണം. ജില്ലാ UDF നേതാക്കൾ കളക്ടർക്ക് നിവേദനം നൽകി. കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലെ അമ്പയത്തോടിനടുത്ത് ഈരൂട്ടിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ മാലിന്യ ഫാക്ടറിയുടെ വായു ജലമലിനീകരണത്തിൽ 4 പഞ്ചായത്തിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. അതിന് ശാശ്വത പരിഹാരത്തിന് ഫാക്ടറി അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MK രാഘവൻ MP, MK മുനീർ MLA, K പ്രവീൺകുമാർ, MK റസാഖ് മാസ്റ്റർ, TT ഇസ്മയിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ UDF നേതാക്കൾ കളക്ടർക്ക് നിവേദനം നൽകി.
ഇരുതുള്ളി പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരി കൂടത്തേക്കടുത്ത് അമ്പലമുക്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ ജനകീയ സമരം നടക്കുകയാണ്. ജില്ലാ UDF നേതാക്കളും മറ്റ് രാഷ്ട്രീയ, മത, സാമൂഹിക സാംസ്കാരിക, പരിസ്ഥിതി നേതാക്കളും പ്രവർത്തകരും കുറെ ദിവസങ്ങളായി സമരപന്തൽ സന്ദർശിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത താമരശ്ശേരി താലൂക്ക് മാർച്ചിന് ശേഷം ഫെബ്രുവരി 25-ന് ഫാക്ടറിക്ക് അനുമതി നീട്ടിക്കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂളിലെ SPCയിലെ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും ഉത്തരവാദിത്വം ബോധ്യവും സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെ രൂപീകരിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനം സ്കൂളിൽ വളരെ കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നത്. SPCയുടെ പല പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ പറഞ്ഞു. പാസിംഗ് ഔട്ട് പരേഡ് സല്യൂട്ട് സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ബിബിൻ ജോസ്, ഹെഡ്മാസ്റ്റർ തോമസ് അഗസ്റ്റിൻ, പ്രിൻസിപ്പൽ CB പൊൻപാറ, PTA പ്രസിഡന്റ് മുജീബ് KK, SPC PTA പ്രസിഡന്റ് സത്താർ പുറായിൽ, CPO റെജിജ കരോട്ട്, ASI കാസിം, DI ജിജ, ACPO സുമി ഇമ്മാനുവൽ, അജേഷ് K ആൻഡോ, സുദേശ് V എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന പരിപാടി കുട്ടികൾ യാത്രയപ്പ് പരിപാടിയും സംഘടിപ്പിച്ചു. ASI കാസിം, CPO റെജിജ കരോട്ട്, ജിജ, സുമി ഇമ്മാനുവൽ, അജേഷ് K ആൻഡോ, സത്താർ പുറായിൽ എന്നിവരെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ഗിഫ്റ്റുകൾ നൽകി ആദരിച്ചു. കുട്ടികൾ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കോടഞ്ചേരി വലിയ വീട്ടിൽ മർക്കോസ് കുഞ്ഞപ്പൻ നിര്യാതനായി. സംസ്കാരം നാളെ 2025 ഫെബ്രുവരി 23 രാവിലെ 9-ന് വീട്ടുവളപ്പിൽ. ഭാര്യ പരേതയായ ജാനു, മക്കൾ ഷിജേഷ്, നിഷ, മരുമക്കൾ ഷൈജു, അശ്വതി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.